നമസ്തേ, ഞാൻ ആനന്ദകുമാർ. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ശ്വാസമില്ലാതെയും നമുക്ക് ജീവിച്ചിരിക്കാം എന്നുള്ളതാണ്. നമ്മുടെ സാമാന്യ ബോധം ഉണരുന്നതിന് മുമ്പ് നാം അങ്ങനെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. കാരണം എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു പിഴവ് തന്നെയാണിത്. കാരണം നാം ഗർഭപാത്രത്തിലായിരുന്നപ്പോൾ ഏകദേശം 10 മാസം നാം ശ്വാസമില്ലാതെ കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. ശ്വസിച്ച് കഴിഞ്ഞതിന് ശേഷവും അങ്ങനെ ജീവിക്കുവാൻ സാധിക്കുമോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട, കാരണം ഞാനും അനുഭവസ്ഥനാണ്. അങ്ങനെ പറയുമ്പോൾ പൂർണ്ണമായും എൻ്റെ ശ്വാസം നിലച്ചിട്ടില്ല, എന്നാൽ അവയുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സർവേശ്വരൻ നമുക്ക് ഇവിടെ ജീവിക്കുവാൻ തന്നിട്ടുള്ളത് വെറും 120 വർഷം ആയുസ് അല്ല. അങ്ങനെയൊരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റാണ്. ആരോഗ്യവാനായ ഒരു മനുഷ്യൻ ഒരു മിനിറ്റിൽ 12 മുതൽ 20 വരെ ശ്വസിക്കുന്നു. ഒരു മണിക്കൂറിൽ 720 മുതൽ 1200 വരെ ശ്വസിക്കുന്നു. 24 മണിക്കൂറിൽ 17,000 മുതൽ 29,000 വരെ ശ്വസിക്കുന്നു. നമുക്ക് ഒരു ശരാശരിയൊക്കെ കണക്കാക്കണമെങ്കിൽ ഒരു 20-25,000 ശ്വസിക്കുന്നു എന്ന് സാധാരണ ആചാര്യന്മാർ 15 വെച്ച് കണക്കാക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ഒരു മിനിറ്റിൽ 15 തവണ നാം ശ്വാസം എടുക്കുന്നു. അതായത് മറ്റ് യോഗാഭ്യാസമോ മറ്റൊന്നും ഇല്ലാത്ത സാധാരണ ആൾക്കാർ. അങ്ങനെ നോക്കുമ്പോൾ ഒരു മണിക്കൂറിൽ 900 ശ്വാസവും 24 മണിക്കൂറിൽ 21,600 ശ്വാസവും ആണെന്ന് നമുക്ക് കണക്കാക്കാം. ഈ ഒരു കണക്ക് 120 വർഷം ആകുമ്പോൾ ഒരു വർഷത്തേക്ക് 78,84,000 ശ്വാസം എന്ന് കാണാം. അത് 120 വർഷം ആകുമ്പോൾ 94,60,80,000 ശ്വാസം എന്ന് കാണാം. യഥാർത്ഥത്തിൽ ഇതാണ് നമ്മുടെ സമ്പത്ത്. ഇത് ഉപയോഗിച്ച് തീരുന്നതിന് അനുസരിച്ചിരിക്കും നമ്മുടെ ആയുസ്സിൻ്റെ നീളവും. എന്നാൽ ഞാനിത് ചിലവാക്കാതെ ഇരുന്നാൽ അത് എത്ര കാലത്തേക്ക് വേണമെങ്കിലും അത് നീട്ടിവെക്കാം. ഈ സമ്പാദ്യം വളരെയധികം ചോർന്നു പോകുന്ന സാഹചര്യങ്ങൾ കുറച്ച് ഞാൻ വിവരിക്കാം. നമ്മൾ വളരെയധികം ദേഷ്യപ്പെടുമ്പോൾ, ഒരുപാട് ആയാസമുള്ള ജോലികൾ ചെയ്യുമ്പോൾ, അനാവശ്യമായ സ്ട്രെസ്, ഇങ്ങനെ ആവശ്യമില്ലാത്ത വികാരങ്ങളിലൂടെയെല്ലാം നമ്മുടെ സമ്പത്ത് ആയ ശ്വാസം ചോർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ശ്വാസസമ്പത്തിനെ നാം ഒരു ഡെപ്പോസിറ്റായി കണക്കാക്കി മാറ്റിവെക്കണം. എന്നിട്ട് അതിൻ്റെ പലിശ എന്നോണം വളരെ കുറഞ്ഞ ശ്വാസങ്ങൾ കൊണ്ട് ജീവിക്കണം. ഇത് കൈക്കലാക്കുവാനുള്ള ഒരു വഴിയാണ് പ്രാണായാമങ്ങൾ. ഇതിലൂടെ നമ്മുടെ ശ്വാസസമ്പത്ത് ഉപയോഗിക്കപ്പെടാതെ ഇരിക്കുകയും വളരെ കുറച്ച് ശ്വാസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ജീവിച്ചിരിക്കുവാനും സാധിക്കുന്നു. നാം ചെറുപ്പത്തിൽ കേട്ട് പരിചയിച്ച ഒരു കഥയില്ലേ? അതായത് ആമയുടെയും മുയലിൻ്റെയും കഥ. മുയൽ വളരെ വേഗം ശ്വാസം എടുത്തുവിടുന്ന ഒരു ജീവിയാണ്. എന്നാൽ ആമയാകട്ടെ വളരെ സാവധാനവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആമയുടെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നാം സ്ഥിരമായി പ്രാണായാമം അനുഷ്ഠിച്ചു വരുമ്പോൾ ഒരു മിനിറ്റിൽ നാം എടുക്കുന്ന ശ്വാസത്തിൻ്റെ അളവ് കുറഞ്ഞു തുടങ്ങും. ഇതിങ്ങനെ ശീലമാകുമ്പോൾ കുറഞ്ഞ് നമുക്ക് ഒരു മിനിറ്റിൽ ഒരു ശ്വാസമൊക്കെ മതി എന്ന ഒരു അവസ്ഥ സംജാതമാകും. അത് കൂടുമ്പോൾ വീണ്ടും അതിനും അപ്പുറത്തേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ ശ്വാസമില്ലാതെയും നമുക്ക് ജീവിക്കാം എന്ന അവസ്ഥ സംജാതമാകും. മഹായോഗികളെല്ലാം ഇതെല്ലാം അനുഷ്ഠിച്ചവരാണ്. യോഗാനന്ദ പരമഹംസനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹമാണ് അവസാനമായി ഇത് നിർത്തി കാണിച്ചു കൊടുത്തത്. അദ്ദേഹം ശ്വാസം നിർത്തുക മാത്രമല്ല, ഹൃദയം പോലും നിർത്തി ജീവിച്ചിരുന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവസാനം അദ്ദേഹത്തിൻ്റെ ശരീരം ഉപേക്ഷിക്കുമ്പോൾ തൻ്റെ ബോഡി ദീർഘകാലം അഴുകാതെ ഇരിക്കുന്നതും ലോകത്തിന് കാണിക്കുകയുണ്ടായി. ചില യോഗികൾക്ക് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ബ്രഹ്മപദത്തിൽ ജീവിക്കുവാനാണ് താല്പര്യം. അവർ ചിലപ്പോൾ വളരെ നേരത്തെ തന്നെ അവരുടെ ശരീരം ഇവിടെ ഉപേക്ഷിച്ചെന്നും വരാം.
നമ്മുടെ വിവേകാനന്ദനെയൊക്കെ ഈ ഒരു ഗണത്തിൽ പെടുത്താവുന്നതാണ്. ചിലപ്പോൾ നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലുമൊക്കെ ഒരു യുവയോഗി വളരെയധികം സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ട് വളരെ നേരത്തെ മരിക്കുകയാണെങ്കിൽ, അതായത് സമാധിയാവുകയാണെങ്കിൽ, അത് യോഗ ചെയ്ത് തട്ടിപ്പോയതാണെന്ന് നിങ്ങൾ ചിലപ്പോൾ വെറുതെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തന്നെ സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ഏവരും സാധനയിലേക്ക് കടന്നു വരിക, നിങ്ങളും അമരത്വമുള്ളവരായി തീരുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.